ഹലോ! മധുരമൊക്കെ കഴിച്ച് എല്ലാവരും മടുത്തോ? ഇല്ലെങ്കിൽ ദേ കണ്ടോ ട്ടോ ബൾക്കായിട്ട് നമുക്ക് 4 കേക്കങ്ങ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് പഞ്ചസാര ലായനി തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ദേ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര പൊടിച്ചെടുക്കുന്നുണ്ട്. അതിനകത്ത് പട്ട, ഗ്രാമ്പൂ പിന്നെ ഇത് ചുക്കാണ് കേട്ടോ. നമ്മുടെ ഇഞ്ചി ഉണങ്ങി പൊടിച്ചതാണേ. അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താണ് ഇത്. എന്നിട്ട് ദേ നമ്മുടെ പഞ്ചസാര ലായനിയിലേക്ക് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇത് ഇതിൻ്റെ അകത്ത് നന്നായിട്ട് കിടന്നൊന്ന് വെന്തെടുക്കണേ. ഒത്തിരിയല്ല അല്ലാതെ ഒരു മീഡിയം രീതിയിലൊന്ന് വെന്തെടുക്കണം. അത് അതിൻ്റെ അകത്തേക്കൊന്ന് മുക്കി വെച്ച് ചെറു തീയിലൊന്നിട്ട് വേവിക്കുവാണേ. എല്ലാം നമ്മൾ അടുപ്പ് വെച്ച് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതേ ക്യാരറ്റിലേക്ക് നമ്മൾ കുറച്ച് വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ്. അതിൽ വെള്ളമുന്തിരിയുണ്ട്, കറുത്ത മുന്തിരിയുണ്ട്, പിന്നെ നമ്മുടെ ചെറി ഒന്ന് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ അത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു കുഞ്ഞി കൈ കണ്ട് നമ്മുടെ കുഞ്ഞുവാവയുടെ കൈയാണ് കേട്ടോ. പിന്നെ അത് മുട്ട എടുക്കുന്നുണ്ട്. അതെല്ലാം ആ പൊടിയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ മുട്ട എടുക്കുന്ന 6 മുട്ടയാണ് കേട്ടോ എടുക്കുന്നത്, 4 കേക്കിന് വേണ്ടിയിട്ട്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചത്. ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് വാനില എസൻസും കൂടെ മിക്സ് ചെയ്തു. ഈ ഇട്ട് കൊടുക്കുന്ന പൊടി നമ്മുടെ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് കേട്ടോ. ഈ സമയം അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ അടുപ്പത്തുനിന്ന് വാങ്ങി ഒന്ന് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ മുട്ടതേ അടിച്ച് വെച്ചിരിക്കുന്നത്, അത് ഇത്രയും പതഞ്ഞാൽ മതി കേട്ടോ. ഒത്തിരി ഒന്നും പതഞ്ഞ് വെള്ള കളറാവേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മുടെ പൊടിയിലേക്ക് മൈദയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ ട്രൈയിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അത് എളുപ്പത്തിൽ കഴിഞ്ഞു കേക്കിൻ്റെ പരിപാടി. ഒത്തിരി വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് നമ്മളിത് 4 കൂടെ ഓവനിലേക്ക് കയറ്റുവാണ് കേട്ടോ. ഇത് ബേക്ക് ചെയ്യാനെടുത്ത സമയം 45 മിനിറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ തന്നെ അതായി കിട്ടുന്നതാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി എളുപ്പമല്ലേ. പിന്നെ നമ്മളിതെല്ലാം ചെയ്ത് അടുപ്പിലാണ് കേട്ടോ. നമ്മൾ ഇത് പഞ്ചസാര ലായനി ഉണ്ടാക്കിയതും ക്യാരറ്റ് അതിൽ മുക്കി വേവിച്ചെടുത്തതും ഒക്കെ അടുപ്പിൽ വെച്ച് തന്നെയാണ് കേട്ടോ. നമ്മുടെ വിറകടുപ്പിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഗ്യാസിലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഓവന് വെച്ചു എന്നേ ഉള്ളൂ. ഓവനിൽ നിന്ന് മാറി നമ്മളിത് കുക്കറിൻ്റെ അകത്ത് വെച്ചും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓവൻ ഇച്ചിരി വലുതായതുകൊണ്ട് 4 എണ്ണം അതിൻ്റെ അകത്ത് തന്നെ വെച്ച് ചെയ്യാവുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അടുപ്പിൽ വെക്കേണ്ട കാര്യം വന്നില്ല. കുക്കറിൽ അങ്ങനെ വിറകടുപ്പിൽ അങ്ങനെ വെക്കേണ്ട കാര്യം വന്നില്ല കേട്ടോ. അപ്പോൾ എന്നായാലും നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നമ്മുടെ കേക്ക് ദേ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഒരു പീസ് നമുക്കൊന്ന് നോക്കാം കേട്ടോ. നല്ല ചൂടാണ് കേട്ടോ. ഇങ്ങനെ ഇപ്പം നന്നായിട്ട് ഇങ്ങനെ ആവി വരുന്നുണ്ട് കേട്ടോ. നല്ല ചൂടായിട്ട് ഇപ്പം കൊണ്ട് വാങ്ങി വെച്ചതേ ഉള്ളൂ. അപ്പം നമുക്ക് ചൂടോടുകൂടി ഒന്ന് കഴിച്ച് നോക്കാം അല്ലേ. ഞാനിങ്ങനെ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ എൻ്റെ കൈ നന്നായിട്ട് പൊള്ളുന്നുണ്ട് കേട്ടോ. നല്ല ചൂടായിട്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അതേ എടുത്തിട്ട് കൊച്ചിന് കൊടുക്കുന്ന ഒരു ഭാഗമാണേ. അപ്പോൾ അവൻ എടുത്തിട്ട് വായിൽ വെച്ച് കഴിയുമ്പോൾ അവൻ്റെ വായിക്ക് നന്നായിട്ട് ചൂടാകുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സ്പ്രഷൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു, ബൈ.